കൽപ്പന എന്നും വരും, തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇരുന്ന് പോയിക്കൊണ്ടിരിക്കും. ഈ ഹേമ കമ്മിറ്റിയുടെ വാർത്തകൾ കേൾക്കുമ്പോഴേ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് പറയാത്തതെന്ന് സാർ. 100%. കൽപ്പന എന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച നടി, ഒരു പ്രണയ ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിച്ചതിന് ശേഷം പക്ഷേ അവിടുന്ന് ഡിവോഴ്സിലേക്ക് തിരിയുന്നു. ആൾക്കാർ ചിന്തിക്കുന്നില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. സ്ത്രീധനം ആൾക്കാരെ കരയിച്ചൊരു സിനിമയാണ്, സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചൊരു സിനിമയാണ്. അല്ല, ഓക്കെ, നമുക്ക് ഇങ്ങനൊരു പടം ചെയ്യണം എന്നുള്ള തീരുമാനം എങ്ങനെയാണ്? ഓട്ടങ്ങളിലാണ് എന്ന് വെച്ചാൽ സിനിമയിൽ ഒത്തിരി സ്ട്രഗിളുകളാണ്. സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജോലിയായിരുന്നില്ല. ജയറാം എന്ന നടനെ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകുന്നത്. ഈ ലൈഫ് എക്സ്പീരിയൻസ് നമ്മളെ സോഫ്റ്റ് ആകും. ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത് മലയാള സിനിമയിൽ ഒരുപടി മികച്ച സിനിമകൾ സമ്മാനിച്ചൊരു സംവിധായകനാണ് അനിൽ സാറാണ്. അനിൽ സാർ, എപ്പോഴും അനിൽ സാറിനെ കുറിച്ച് പറയുമ്പം ഓർക്കുന്നത് അനിൽ ബാബു എന്ന ആ ഒരു കൂട്ടുകെട്ടാണ്. മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റുകളായ ഒരു 25ഓളം സിനിമകൾ ഒരുമിച്ചെടുത്ത ഒരു കൂട്ടുകെട്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം അനിൽ സാർ വീണ്ടും സിനിമയാണ്. ആ സിനിമയുടെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എങ്ങനെയാണ് പ്രേക്ഷകർ അതിനു വേണ്ടി കാത്തിരിക്കുന്നത്? പ്രേക്ഷകരിലേക്ക് എത്തിയുന്നില്ല എന്നുള്ളേ ഉള്ളൂ എൻ്റെ സിനിമ. അതെ, ഞാൻ ബാബുവായിട്ട് പിരിഞ്ഞ ശേഷം ഞാൻ 10, 12, 13 പടങ്ങൾ ചെയ്തു. ബാബുവായിട്ട് പിരിഞ്ഞ ശേഷം അനിൽ എന്നുള്ള ബാനറിൽ ചെയ്തിട്ടുണ്ട്. 2014 ശേഷം 2015 വരെ 14-15 വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് പറ്റിയൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഞാനൊരു ഹിന്ദി ഫിലിം ചെയ്തു. മയ്യ എന്നാണ് അതിൻ്റെ പേര്. ഒരു ഇൻ്റർനാഷണൽ ഫിലിമാണ്, ഹിന്ദി ഇംഗ്ലീഷ് മിക്സ്ഡ് ആയിട്ടൊരു പടമായിരുന്നു. അത് കൊറോണ വന്നതോടെ അത് സ്റ്റക്കായി. അതിൻ്റെ എഡിറ്റർ, അതിനകത്തൊരു 3 ഓസ്കാറുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, പുറത്തുനിന്നുള്ള ആൾക്കാർ, ഇൻക്ലൂഡിങ് റസൂൽ. അപ്പോൾ അവർക്ക് വരാൻ പറ്റാതായി, എഡിറ്റർക്ക് വരാൻ പറ്റാതായി. അങ്ങനെ അത് പ്രൊലോങ് ചെയ്തു, ഒത്തിരി പ്രൊലോങ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ ഇപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്. ആ പടം ഇപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. അതിൻ്റെ സെൻസറൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിലീസിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്തത് ഇപ്പം ജസ്റ്റ് പ്രീവിയസ് ചെയ്തൊരു തമിഴ് ഫിലിമാണ്. അതൊരു ന്യൂ ആർട്ടിസ്റ്റ് അല്ല, ഫുൾ ന്യൂ ആർട്ടിസ്റ്റ് അല്ല, പക്ഷെ ഒരു പാരൽ സിനിമയാണ്. അത് അവിടുത്തെ കൊമേഴ്സ്യൽ സിനിമയിൽ നിന്ന് തികച്ചും വേറിട്ടുള്ള ഒരു ലേഡി ക്യാരക്ടേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള, അതിനകത്ത് ജെൻസ് എല്ലാം വില്ലൻ ക്യാരക്ടേഴ്സാണ്. ഓക്കെ. ഫീമെയിലിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പെണ്ണെങ്ങനെ സർവൈവ് ചെയ്യും ചില സിറ്റുവേഷനിൽ, അവിടെ എന്താണ് അവിടെ ധൈര്യം, അവിടെ എന്താണ് പക്വത എന്നൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ്. അത് വളരെ തമിഴിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിലിമാണ്. അതിന് എനിക്ക് ഇപ്പം കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലിൽ ബസ് ഫിലിം ഇൻ തമിഴ് ഉണ്ടായിരുന്നു, ചെന്നൈ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ ആഴ്ച എനിക്ക് ജപ്പാൻ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ട്രസ് ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു എൻ്റെ ഈ ഒരു 6 ഇയേഴ്സ് എന്ന് പറയുന്നത്. സജീവമല്ല എന്ന് പറയുമ്പോഴും സാർ സജീവമായിരുന്നു, പക്ഷെ അത് മലയാള പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേറെ കുറേ എക്സ്പീരിയൻസ് അതുകൊണ്ടുണ്ടായി. എന്ന് വെച്ചാൽ ഞാൻ ഓൾ വേൾഡിൽ എല്ലാ ഫെസ്റ്റിവലുകളിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ക്യാൻസർ എല്ലായിടത്തും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ 2015 ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച പടം ഒരു ഇംഗ്ലീഷ് ഫിലിമായിരുന്നു. ഇവിടുന്ന് മാറി നിന്ന് വേറെ ട്രാക്കിൽ ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു ഇതിലാണ് മുമ്പോട്ട് പോയത്. അത് റിച്ചാർഡ് ഗിയറും നതാലിയ പോർട്ട്മാനുമായിരുന്നു അതിനകത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. അതെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിൽ ചെറിയ പ്രൊഡക്ഷൻ സൈഡിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിട്ട് അത് മാറിപ്പോയത്. സ്റ്റിൽ ആ പ്രൊജക്റ്റ് ഗോയിങ് ഓൺ ആണ്. അത് ഏത് നിമിഷം തുടങ്ങാനുള്ളൊരു കുറച്ച് വലിയ പടമാണ്. എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ഇന്ത്യയുടെ കൾച്ചർ അറിഞ്ഞിട്ടുള്ളൊരു ട്രാവലാണ്. അത് ത്രൂ ഔട്ട് ഇന്ത്യ ഉള്ളൊരു ട്രാവലാണ്. ജപ്പാനിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെത്തി, ഇന്ത്യയുടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ളൊരു ട്രാവലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ സിനിമയോടുള്ള അഭിനിവേശം ഇങ്ങനെ കൂടിക്കൂടി വരികയും നമ്മൾ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നല്ലേ? അതെ. എനിക്ക് ആ സമയത്ത് ഞാൻ നിൽക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ മലയാളം ഞാൻ ലാസ്റ്റ് ഫിലിം പോകുമ്പോഴൊക്കെ ഞാൻ 3 ഫിലിംസ് അറ്റാച്ച് ചെയ്തിട്ടാവും. അപ്പോൾ നമുക്കൊരു ഇത് തോന്നും, ഇങ്ങനല്ല പടം ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ചെയ്യുന്ന ഇവിടെ പക്ക കൊമേഴ്സ്യൽ ഫിലിംസ് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഹ്യൂമർ കലർന്ന കൊമേഴ്സ്യൽ ഫിലിംസാണ്. ആ പടങ്ങളെല്ലാം ഓടിയിട്ടുള്ളതാണ്. 90% ഓഫ് ഫിലിംസ് ഹിറ്റായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് പെട്ടെന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഷിഫ്റ്റ് നടത്തിയത് ഞാൻ. അതെ, ഈ ഇന്ന് മലയാള സിനിമയിൽ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ പക്ക കൊമേഴ്ഷ്യൽ അങ്ങനെ അത്തരത്തിലുള്ള സിനിമകളെ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നൊരു ഓഡിയൻസ് അല്ല. എല്ലാ ടൈപ്പ് ഓഫ് ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുള്ള സിനിമകൾ സ്വീകരിക്കപ്പെടും. അപ്പോൾ ഈ പുതിയ സിനിമയായിട്ട് വരുമ്പോഴും അങ്ങനെയുള്ള ഒരു ഓഡിയൻസിന്റെ മാറ്റം അത് ഭയങ്കര സന്തോഷിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് സിനിമ എടുക്കണ്ട. ഇപ്പം ഞാൻ 2015 വരെ ഉള്ള സമയത്ത് ഒരു ആർട്ടിസ്റ്റ് വേണമായിരുന്നു, നമുക്കൊരു സ്ട്രോങ് ആർട്ടിസ്റ്റ് വേണമായിരുന്നു, മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റ് വേണം. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നമുക്ക് പരീക്ഷിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ അന്നത്തെ കാലം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറ്റപ്പെട്ടു.
അതെ. എന്ന് വെച്ചാൽ OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് അത്തരം നല്ല പടങ്ങൾ വരികയും ആൾക്കാർ നല്ല പടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആ മലയാളം പടമാണെങ്കിൽ കാണാം എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് എത്തുകയും കുറച്ചുകൂടെ ഡിസ്കഷനും വലുതായി. ഫസ്റ്റ് ഡേ തന്നെ അവർക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മലയാളി എപ്പോഴെങ്ങനെ കാണുന്നു അതുമാതിരി തന്നെ ഒരു അന്യഭാഷാക്കാരനോ ലോകത്തിൻ്റെ എവിടെ ഇരിക്കുന്നവനും ഒരു സിനിമ കാണാനുള്ളൊരു സൗകര്യം ഉണ്ടായി. അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ നല്ല സിനിമകൾ വന്നപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അതിനൊരു ഭയങ്കര എക്സ്പോഷർ ഉണ്ടായി. ഒരുമിച്ചുള്ളൊരു യാത്ര, ഇപ്പോൾ അനിൽ ബാബു എന്നുള്ള പേരിൽ ബാബു സാറിനോടൊപ്പമുള്ള യാത്ര തുടങ്ങുന്നത് കുറച്ചുകൂടെയൊക്കെ അവിചാരിതമായിട്ടായിരുന്നു. രണ്ടുപേരും തുടക്കത്തിൽ സിനിമകൾ ചെയ്തു. പക്ഷെ ഒന്നിച്ച് നിന്നാൽ കുറച്ചുകൂടെ കരുത്തുണ്ടാകും എന്ന് പറയുന്നത് കല്ലൂർ ഡെന്നി സാറാണ്. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ഒന്നിച്ചു വരുന്നത്. ആ ഡിസിഷൻ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷനുമായിരുന്നു. കാരണം 25 സിനിമകൾ ലോക ചരിത്രത്തിൽ രണ്ടുപേർ ഒരു സംവിധായക കൂട്ടുകെട്ടുകൾ ചെയ്തിട്ടേ ഇല്ല, മലയാളത്തിലും ഇല്ല, ലോക ചരിത്രത്തിലും ഇല്ല. അപ്പം ആ ഒരു കൂട്ടുകെട്ടിന്റെ തുടക്കം ശരിക്കും കല്ലൂർ ഡെന്നി സാറിലൂടെയാണ് തുടങ്ങുന്നതെങ്കിലും ആ തുടക്കവും യാത്രയും എത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതാണ്. ഞാൻ ഫസ്റ്റായിട്ട് ചെയ്ത അനന്തവൃത്താന്ന് തോന്നുന്നു മനസ്സിലായി. അത് കഴിഞ്ഞ് പോസ്റ്റ് ബോക്സ് നമ്പർ 27. അതിനകത്ത് എൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ആൾക്ക് ഷൂട്ടിങ്ങിന് 2 ദിവസത്തേക്ക് മുമ്പ് പെട്ടെന്ന് വരാൻ പറ്റാതായി. അപ്പോൾ ബാബു കല്ലൂർ ഡെന്നീസിൻ്റെ റൂമിലുണ്ടായിരുന്നു. അപ്പം ഡെന്നി ചാൻഡ്രിക്കിൽ എന്തോ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ എന്തോ വന്നതാണ്. അപ്പോഴാണ് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ബാബു എന്നെ ടെമ്പററി ആയിട്ട് സഹായിക്കാനായിട്ട് എത്തിയതാണ്. പക്ഷെ അതങ്ങ് എക്സ്റ്റെൻഡ് ആയി എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ സിങ്കായി. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ആദ്യ രാമകരിയായിട്ട് അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ 2 സംവിധായകരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സിദ്ദിഖ് ലാൽ നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒന്നിച്ച് ചെയ്യാൻ പറ്റൂല സിനിമ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഒന്നിച്ച് സിനിമ തുടങ്ങിയത്. അപ്പോൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയായി. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ 3-4 പടങ്ങളൊക്കെ ഒരു കൊല്ലം ചെയ്തിരുന്നു. പിന്നെ ആ സമയത്ത് നമുക്ക് കിട്ടിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയ ആൾക്കാർ വരുന്നില്ലേ, ആർട്ടിസ്റ്റുകൾ. അതുമാതിരി തന്നെ ആ സമയത്ത് ഒരു ട്രെൻഡായിരുന്നു. അത് ചോദിക്കാൻ വന്നൊരു തന്നെയാണ്. കാരണം ഈ പുതിയ കുറേ നടന്മാർക്ക് ഇപ്പോൾ അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അവരുടെ മികച്ച പ്രകടനം ഉണ്ടെങ്കിൽ സിനിമയിലെത്താം. പക്ഷെ അന്ന് അത്രത്തോളം അവസരം ഇല്ലാത്ത സമയത്ത് ജഗദീഷിനെ നായകനാക്കുന്നു, മുകേഷിനെ നായകനാക്കുന്നു. അങ്ങനെ ഒരുപക്ഷെ അന്ന് ഈ പറയുന്ന പോലെ ഒരു മാർക്കറ്റ് വാല്യൂ അത്ര ഇല്ലാത്ത മനുഷ്യരായിരുന്നിരിക്കാം. അവരെ നായകരാക്കുമ്പോൾ അതൊരു ചലഞ്ച് ആയിരുന്നില്ല. ചലഞ്ചായിരുന്നു. അതെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിൽ ഒരു ഗോഡ് ഫാദർ മാതിരി കല്ലൂർ ഡെന്നീസ് നിൽപ്പുണ്ടായിരുന്നു. അതിന്റെ ഫോക്കസ് ഇവരുടെ അഭിനയം മാത്രമായിരുന്നു. ഫോക്കസ് ഇവരുടെ അഭിനയവും നമ്മൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു. അതിന്റെ ബാക്കി സൈഡ് എല്ലാം ഈ ഡെൻസാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. പുള്ളിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു വലിയ നല്ല ഗുണമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എന്ത് ഓടും എന്നറിയായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ മെയിൻ ആർട്ടിസ്റ്റുകളിലേക്ക് പോകാതെ എനിക്ക് തോന്നുന്നു ഒരു മിഡിൽ ലെവലിൽ താഴെയുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് ഹിറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട്. ജഗദീഷിനെ വെച്ചിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഹീറോ ആയിട്ടാണ് പടം ചെയ്തത്. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന് പറഞ്ഞ പടം ഇൻഡിപെൻഡൻ്റ് ആണ് അയാൾ ചെയ്യുന്നത്. അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് ആ പടം എന്ന് പറയുന്നത്. അത് എങ്ങനെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഹിറ്റാവുകയാണ്. ആ ഒരു പോയിന്റ് എന്തായിരുന്നു? ഓക്കെ, ജഗദീഷാണ് നമ്മുടെ പടത്തിലെ നായകൻ എന്നുള്ളൊരു ഡിസൈഡിങ് ഫാക്ടർ ഉണ്ടല്ലോ. കാരണം അതിന് മുൻപ് നായകനായി അത്ര സിനിമകൾ അഭിനയിക്കാത്ത അങ്ങനൊരു വ്യക്തി അയാളെ നായകനാക്കുമ്പോൾ അതിനൊരു പോയിന്റ് ഉണ്ടല്ലോ. ഇന്ന് ജഗദീഷ് ചേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ച് ജഗദീഷ് വേറൊരു വേർഷനിലേക്ക് വരുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പം നമ്മളുള്ളത്. വില്ലനായും അല്ലെങ്കിൽ സ്വഭാവ നടനായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഒരാൾ. അയാളെ അത്രയൊരു പീക്ക് ടൈമിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് കൊണ്ടുവന്നൊരു ഡയറക്ടർ ആയതുകൊണ്ട് ചോദിക്കാം. ആ സമയത്തുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ആർട്ടിസ്റ്റിലേക്ക് എത്താനുള്ളൊരു പരിമിതി ഉണ്ടായിരുന്നു. രണ്ടാമത് ജഗദീഷിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ബാബുവിൻ്റെ സ്വഭാവം പറഞ്ഞ മാതിരി തന്നെ. ജഗദീഷ് എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയിരിക്കും ഒരു സിനിമയുടെ. അതൊരു വലിയ ഘടകമാണ്. ഫസ്റ്റ് സിനിമയിൽ ആ കെമിസ്ട്രി ഞങ്ങൾക്ക് നന്നായിട്ട്, ഞങ്ങൾ ഫസ്റ്റ് സിനിമ ചെയ്തത് മാന്ത്രികച്ചപ്പം എന്നുള്ള പടമാണ്. അത് ഹിറ്റായിരുന്നു ആ പടം. അപ്പോൾ ആ ഒരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവരെ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഈ സിനിമകൾ ഓടി സാർ ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പ് ഓഫ് ഒരു കോമഡി സിനിമകളാണ് കൂടുതൽ ചെയ്തത്. നിങ്ങൾ കൂട്ടുകെട്ടായിട്ട് ചെയ്തതും ഒറ്റയ്ക്ക് ചെയ്തതും അത്തരത്തിലുള്ള സിനിമകളാണെന്ന് പറയുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഒരു ഫിലിമോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് തോന്നുന്നത് സ്ത്രീധനമാണ്. സ്ത്രീധനം ആൾക്കാരെ കരയിച്ചൊരു സിനിമയാണ്. സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചൊരു സിനിമയാണ്. പക്ഷെ ആ സിനിമ ജസ്റ്റ് സംസാരിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് തിയേറ്ററിൽ കൂടുതൽ ഓടിയ സിനിമയാണ്. ഇന്നിപ്പോൾ 100 കോടി ക്ലബിൻ്റെ കണക്ക് പറയുന്ന പോലെ അന്ന് 100 ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. അത്രയും പണം ഉണ്ടാക്കിയൊരു സിനിമയാണ്. ആ ഒരു തീരുമാനവും അല്ല, ഓക്കെ നമുക്ക് ഇങ്ങനൊരു പടം ചെയ്യണം എന്നുള്ള തീരുമാനം എങ്ങനെയായിരുന്നു? ഈ സീതനം ഒരു 150 ഡേയ്സ് തിയേറ്ററിലോടി. അതെ. അപ്പം അതിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് എന്നെ വിളിച്ചിട്ട് കല്ലൂർ ഡെന്നീസ് ഇങ്ങനെ ഡെൻജാൻ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ ശ്രീധനം എന്ന് പറഞ്ഞൊരു പടം, ഇങ്ങനെ ഒരു നോവലുണ്ട്, അത് സിനിമയൊക്കെ കൊള്ളാം. അത് പിന്നീടാണോ അതൊരു സമയത്താണോ പാരലായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതിന് ഭയങ്കര ഓഡിയൻസ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ സീരിയലൈസ് ചെയ്ത്, ഞാൻ പറഞ്ഞത് വീക്കിലി സീരിയലൈസ്, പ്രിന്റ് മീഡിയയിലാണ് ചെയ്യുന്നത്. മംഗള ആഴ്ചപ്പതിപ്പിലോ എന്തോ ആണ് അത് വരുന്നത്.
അത് ഭയങ്കര ഓഡിയൻസ് ആയിരുന്നു. നോവൽ സിനിമയൊക്കെയെന്ന് വെച്ചാൽ ഭീകര പ്രയത്നമുള്ളൊരു സമയമാണ്. അതെ അതെ. എന്ന് വെച്ചാൽ നോവലിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് അവർ വിഷ്വലൈസ് ചെയ്യുന്നത് അവരുടെ വിഷ്വലൈസേഷനാണ്, വായിക്കുന്നവരുടെ വിഷ്വലൈസേഷൻ. ആടുജീവിതം ഇറങ്ങിയ സമയത്തും പറഞ്ഞൊരു സാധനം തന്നെ, ഈ വായിച്ചു പോകുമ്പോൾ നമ്മുടെ ഭാവന അത്രയ്ക്കും പോകും. അത്ര സിനിമയിൽ പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട്. 2.5 മണിക്കൂറിൽ നമ്മൾ ഇരിക്കുന്ന ഒരു ഫ്രെയിം ലിമിറ്റ് ഉണ്ട്. പക്ഷെ വായനയ്ക്ക് ആ ലിമിറ്റ് ഇല്ല. അതിങ്ങനെ കാട് കയറി പോകും. അങ്ങനെ ഒരു സിനിമ സ്ത്രീധനം എന്ന് വെച്ചാൽ പെണ്ണുങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നോവൽ. അപ്പോൾ അവർ ഓരോ കൾച്ചറിലുള്ള ആൾക്കാർ, ഓരോ സ്റ്റാറ്റസിലുള്ള ആൾക്കാർ, അവരുടെ മാനസിക വൃതകളും മാനസിക വ്യാപാരങ്ങളും എല്ലാം വേറെയാണ്. അപ്പം അവരെ അത് സിനിമയാക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. പിന്നെ അതിന് കിട്ടിയ ഒരു ഗുണമെന്ന് വെച്ചാൽ അതിനകത്ത് ഭയങ്കര ഇമോഷണൽ ഒരു ത്രെഡുണ്ട്. ഒരു പെണ്ണിൻ്റെ ഒരു ഏരിയ കിടക്കുന്നതുകൊണ്ട് അത് വളരെ ഈസി ആയിരുന്നു. ഈ സ്ത്രീധനം പോലൊരു സിനിമ ചെയ്ത ഒരു വ്യക്തി എന്നോട് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യം, പക്ഷേ ഇന്ന് 2024 സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങളും ഈ പറയുന്ന മതവും ജാതിയും ഒക്കെ മാറി പ്രണയിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുറയുന്നില്ല. ഇപ്പോഴും ഒരു മാറ്റമില്ല. അത് ഞാൻ പറയുന്ന ഓരോ തലത്തിലാണ് ഇത്. ഈ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അന്നും ഇന്നും എല്ലാം ഉണ്ട്. ഇപ്പം മഹാഭാരതം എഴുതിയ കാലത്തുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പ്രശ്നങ്ങൾ മാറിയിട്ടില്ല. ഈ പ്രശ്നങ്ങൾ അവസാനിക്കേണ്ടെന്നാണ്. ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. മനുഷ്യരുള്ളിടത്തോളം കാലം, എന്ന് വെച്ചാൽ മനുഷ്യർക്കുള്ള ഒരു ആർത്തി ഉള്ളിടത്തോളം കാലം ഭൂമിക്കും പെണ്ണിനും പ്രശസ്തിക്കും ധനത്തിനും ഒക്കെയുള്ളൊരു ഈവിൾ ചിന്തകളുള്ളിടത്തോളം കാലം ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഈ സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അനിൽ ബാബു എന്നുള്ള കൂട്ടുകെട്ടിന് ശേഷം പിന്നീട് ഒറ്റയ്ക്ക് സിനിമകൾ ചെയ്തു. സിനിമകൾ പലതരത്തിലുള്ള വിഷയങ്ങൾ സംസാരിച്ചു. പക്ഷെ അനിൽ ബാബു എന്നൊരു വ്യക്തിൻ്റെ ഒരു വിടവാങ്ങൽ, അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് മരിച്ചത് താങ്കളുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിയിട്ടുണ്ട്. താങ്കളുടെ ജീവിതത്തെ ഒരു ഒറ്റയ്ക്കാക്കുന്ന രീതിയിലേക്ക് കൂടി അത് മാറിയിട്ടുണ്ട്. ഒരു സിനിമയിൽ കൂടെയുള്ള ഒരാൾ 25 സിനിമകൾക്ക് ശേഷം നിങ്ങൾ സെപ്പറേറ്റഡ് ആയതാണ്. പക്ഷെ വിട്ടുപോവുക എന്നത് സിനിമയ്ക്കപ്പുറം ജീവിതത്തിലൊരു വലിയ നഷ്ടം കൂടിയായിരുന്നില്ല. ആ ഒരു പാവമായിരുന്നു. അതുകൊണ്ട് ആ മിസ്സിങ് നമുക്ക് എന്തായാലും എപ്പോഴും ഉണ്ടാവും. അത് നമുക്ക് അനുഭവിക്കുമല്ലോ അങ്ങനെയുള്ള ഒരു മിസ്സിങ്. ഉറപ്പായിട്ടും നമ്മളൊരു പടം കാണുമ്പോഴോ നമ്മൾ പട ഓർമ്മകൾ വരുമ്പോഴോ ഒക്കെ ആ മിസ്സിങ് ഉണ്ടാവും നമുക്ക് ജീവിതത്തിൽ. അതുപോലെ പിന്നീട് ഒരു വലിയ മിസ്സിങ്ങിനെ കുറിച്ച് ഈ അടുത്തുകൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൽപ്പന എന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച നടി, ഒരു ഏറ്റവും മികച്ച കോമഡി ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ചിലരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് മലയാളത്തിലെ ഏറ്റവും മികച്ച നടിയായിരുന്ന ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ ഒരു പ്രണയ ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിച്ചതിന് ശേഷം പക്ഷേ അവിടുന്ന് ഡിവോഴ്സിലേക്ക് തിരിയുന്നു. ആൾക്കാർ ചിന്തിക്കുന്നില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിക്കുന്നിടത്ത് ആ മിസ്സിങ്ങും ഒരു പക്ഷേ അതും വല്ലാതെ ജീവിതത്തിൽ ഒളിച്ചിരുന്നല്ലോ. ഈ കൽപ്പനയുടെ മിസ്സിങ് ആണ് എന്നെ ഭയങ്കരമായിട്ട് ഒലിച്ച് കളയുന്ന ഒരു മിസ്സിങ്. പക്ഷേ കൽപ്പനയും ഒരു 4-5 ഇയേഴ്സായിട്ട് ഞങ്ങൾ ലാസ്റ്റിലെ ടൈമിൽ ടച്ച് ഇല്ലാതിരിക്കുന്ന സമയം കഴിഞ്ഞിട്ടാണ് കൽപ്പന മരിക്കുന്നത്. പക്ഷേ കൽപ്പന മരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ലല്ലോ ഒരാൾ. അപ്പോൾ നമുക്ക് തോന്നത്തില്ല നമ്മളെ കൽപ്പന എന്നും വരും, തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇരുന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു താൽക്കാലിക പിണക്കങ്ങളാണിതെല്ലാം. അങ്ങനെ ഭയങ്കര സ്ഥായിയായ ഭയങ്കര വൈരാഗ്യമോ കാര്യങ്ങളോ ഉള്ള പിണക്കങ്ങളൊന്നും ആയിരുന്നില്ല. ജീവിതത്തിൽ നിന്ന് ഒരാൾ വിട്ടുപോകുന്നു. നമ്മുടെ എല്ലാ സൗഹൃദങ്ങളുടെയും എല്ലാ റിലേഷൻഷിപ്പുകളുടെയും ഏറ്റവും അടിസ്ഥാനം സൗഹൃദമാണെന്നാണ് വായിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനം സൗഹൃദവും നല്ല കമ്മ്യൂണിക്കേഷനാണെന്ന് പറയാം. ചുറ്റുമുള്ളവർ എന്ത് പറയുമ്പോഴും നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കൃത്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൽപ്പന എന്ന വ്യക്തിയെ ജീവിതത്തിൽ പിന്നീട് മുൻപോട്ട് ഒപ്പം നിർത്താൻ കഴിയുമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാതെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടാവത്തില്ല ആ സമയത്ത്. എന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് നിന്ന് ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവർ ആ സിറ്റുവേഷനിലൂടെ പാസ് ചെയ്യുമ്പോഴോ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ വി ആർ ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. പിന്നെ അതിനകത്തുള്ള ഈഗോസ് ഉണ്ടാവും. നമുക്ക് നമ്മൾ തോറ്റു കൊടുക്കണം, എന്തിന് നമ്മൾ നോക്കുന്നത്, അവൾ നമ്മളെ തോൽപ്പിക്കുകയല്ലേ എന്നൊക്കെ പറയുന്ന ആ ഈഗോസ് ഉണ്ടാകില്ലേ. ആ ഈഗോസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതൊക്കെ മാറും. ഇപ്പം അന്നുള്ള ഞാനല്ല ഇന്നുള്ള ഞാനാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് മുമ്പോട്ട് പോയാൽ എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പലപ്പോഴും ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ട്. ഡെഫിനറ്റായിട്ട് തോന്നുമല്ലോ. അത് ഈ മരിക്കുമ്പോഴാണ് അത് കൂടുതൽ തോന്നുന്നത്. ഇപ്പോൾ നമ്മളെ തോപ്പിച്ചിട്ട് പോയല്ലോ എന്ന് തോന്നുന്നത് മരിക്കുമ്പോഴാണ് അത് തോന്നുന്നത്. ജീവിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയും തോന്നത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളെന്നും വിചാരിക്കും അവൾ വരും എന്ന് വിചാരിക്കും. കുറ്റങ്ങൾ മൊത്തം ഞാൻ ഏറ്റെടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് രണ്ടുപേരുടെയും സൈഡിൽ നിന്നുണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ എപ്പോഴും കൽപ്പന ചേച്ചിൻ്റെ അതിന് ശേഷമുള്ള നിങ്ങളുടെ ഡിവോഴ്സിന് ശേഷമുള്ള ഇൻ്റർവ്യൂസൊക്കെ നമ്മളിപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ. നമ്മളിന്ന് കാണുമ്പം ഒരു വേദിയിൽ പോലും ഒരിടത്ത് പോലും അനിൽ എന്ന വ്യക്തിയെക്കുറിച്ച്
ഒരു മോശം വാക്ക് പോലും കൽപ്പന എന്ന പറയത്തില്ല. വ്യക്തി പറഞ്ഞിട്ടില്ല, ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇടയ്ക്ക് എൻ്റെ വായനയുടെ തെറ്റാണെങ്കിൽ തിരുത്തണം. പക്ഷേ ഇടയ്ക്ക് അനിൽ എന്ന വ്യക്തി ഞാൻ മരണത്തേക്കാൾ ഭയപ്പെടുന്നത് കൽപ്പനയാണെന്നടക്കം പറയുകയും കൽപ്പനയെക്കുറിച്ച് മോശം പറഞ്ഞു എന്നുള്ള രീതിയിൽ പലപ്പോഴും, അത് കൽപ്പന മരിച്ചപ്പോൾ പോലും ഒന്ന് പോകാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ പിന്നീട് ഒരുപാട് വായനകളും എഴുത്തുകളും സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു സൈഡിൽ ഒരാൾ നിങ്ങളുടെ ഇഷ്ടത്തെയും സ്നേഹത്തെയും മനസ്സിൽ വെച്ച് ജീവിക്കുകയും, പക്ഷെ ഒരു സൈഡിൽ നിന്ന് അനിൽ എന്ന വ്യക്തി കുറ്റം പറയുകയും ചെയ്തൊരു അങ്ങനെ ഒരു തോന്നലുണ്ട്. ഇല്ല, ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടേ ഇല്ല. അത് ആരോ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. അത് ഇപ്പോഴത്തെ യൂട്യൂബില്ലേ, അതെ, ഈ ആൾക്കാരോ ഉണ്ടാക്കിയതാണ്. ഞാൻ ആകെ ഒരേ ഒരു ഇൻ്റർവ്യൂ ആണ് കൊടുത്തിരുന്നത്. നിങ്ങൾ വായിക്കുന്നതും കേൾക്കുന്നതും എല്ലാം എന്ന് വെച്ചാൽ ഒരു 5 years കഴിഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽസിൻ്റെ അവർക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന. എനിക്ക് കൽപ്പന സംശയിക്കേണ്ട കാര്യമില്ല. അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് അവൾ. അല്ലാതെ ഞാൻ അവളെ ടോർച്ചർ ചെയ്തിട്ടില്ല. ഞാൻ ഈ പറയുന്നതെല്ലാം ചുമ്മാതെ പറയുന്നതാണ്. ഇതൊക്കെ അവർക്കൊരു ലൈക്ക് കിട്ടാനോ അല്ലെങ്കിൽ അവർക്കൊരു കമൻറ്റ് കിട്ടാനോ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മറ്റൊരാളെ എത്ര ഇത് ചെയ്യുമെന്ന് അവർക്കറിയത്തില്ല. കൽപ്പന എന്ന വ്യക്തി ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കൽപ്പന ആർട്ടിസ്റ്റാണ്, ഞാൻ ആർട്ടിസ്റ്റ് അല്ല. ഞാൻ ബാക്കിൽ നിൽക്കുന്ന ഒരാളാണ് ക്യാമറയ്ക്ക്. എന്നെ ആൾക്കാർക്ക് അറിയത്തില്ല. സൊസൈറ്റി സ്ത്രീ പറയുന്നതാണ് ഏറ്റെടുക്കുന്നത് എന്നും. സത്യമല്ലേ? സൊസൈറ്റി ആദ്യം പെണ്ണ് പറയുന്ന മാത്രമേ ഏറ്റെടുക്കത്തുള്ളൂ. നിങ്ങൾ എല്ലാ പീഡന കഥകളും നോക്കിക്കോളൂ, സ്ത്രീ ഇവിടെ പറയുന്ന മാത്രമേ ഏറ്റെടുക്കത്തുള്ളൂ. പിന്നെ അതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള കൽപ്പന എന്ന് പറയുന്ന ഒരാൾ. കൽപ്പന എന്ന് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മൊത്തം മനസ്സിലുള്ള ഒരാളാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് വില്ലനായി. ഇപ്പോൾ ഇവനൊരു ദുഷ്ടനാണ് എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ തലയിലൊക്കെ അവർ ഇട്ട് തന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ കൽപ്പന ഹർട്ട് ചെയ്യപ്പെടാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തവരാണ് മലയാളികൾ. അപ്പം അവർക്ക് എവിടെയെങ്കിലും ഒരു സങ്കടം വരുന്നു പറയുന്ന ഒരു നിമിഷത്തിൽ ഈ മലയാളികൾ റിയാക്ട് ചെയ്യും, ഈസി ആയിട്ട് 100% റിയാക്ട് ചെയ്യും. അപ്പം അത് ഞാൻ ചെയ്തതോ അല്ലാതെയോ ഉണ്ടായ ഒരു കാര്യമാണ് അവർക്ക് ഞാനൊരു വില്ലൻ പരിവേഷത്തിലേക്ക് എടുത്തിടപ്പെട്ടത്. അത് പിന്നെ കുറേ യൂട്യൂബുകാരും അവരെ എടുത്ത് ആഘോഷിച്ചു എന്നുള്ളത് മാത്രമേ. കൽപ്പന ചേച്ചിയുടെ മരണം ഉണ്ടാക്കിയ ഒരു വിടവ് ഭയങ്കര വലുത് തന്നെയാണ്. പക്ഷെ ആ ഒറ്റപ്പെടലിന് ശേഷം, അപ്പോൾ ആ സമയത്തുള്ള ഒറ്റപ്പെട്ട് തന്നെയാണ് പോയത്. അമ്മയ്ക്കൊപ്പം ജീവിച്ചു, ഇപ്പോൾ വീണ്ടും ഒരു കല്യാണം കഴിച്ചു. ഇത്രയും കാലത്തെ ഒരു ഒറ്റപ്പെടലിന് അവസാനം ഈ ഒറ്റപ്പെടലിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു കല്യാണം. ഈ കല്യാണം എന്ന് പറയുന്നത് അമ്മ മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണമായിരുന്നു, അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കല്യാണത്തിലേക്ക് എത്തുന്നത്. ഈ വീട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പം ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം, വീടിൻ്റെ ഒരു കോർണറിൽ കുറേ ദൈവങ്ങളുണ്ട്. എനിക്ക് എല്ലാവരെയും മനസ്സിലാവാത്ത രീതി അത്രയും ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒറ്റപ്പെടലിൻ്റെ സമയത്ത് കൂട്ടു ദൈവങ്ങളായിരുന്നു. എൻ്റെ ഭാര്യയുടെ ആണല്ലേ. ഞാൻ ഭയങ്കര സീസണിലാണ്, എൻ്റെ ഫ്രണ്ട്ഷിപ്പും സീസണിലാണ്, വിശ്വാസത്തിൽ. ചില സമയം ഞാൻ ഭയങ്കര വിശ്വാസിയായിരിക്കും, ചില സമയം എനിക്ക് വിശ്വാസം എവിടെ പോയെന്ന് എനിക്കറിയത്തില്ലായിരിക്കും. ചില സമയം ഞാൻ ഈ ദൈവങ്ങളെല്ലാം കുറ്റം പറയുകയും ചില സമയം ഞാൻ ഭയങ്കര വിശ്വാസിയായിരിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലും അത് തന്നെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സീസണൽ ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക്. ചില സമയത്ത് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരിക്കും, അത് ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് അത് മെൽറ്റായി പോകും, മഞ്ഞ് പോലെ പോകും. സീസണൽ സൗഹൃദം ശരിക്കും അത് ഒരു സ്വാർത്ഥതയുടെ അടയാളമല്ലേ? അത് സ്വാർത്ഥതയല്ല, ഒരു ബേസിക് ക്യാരക്ടേഴ്സാണ് എനിക്ക് തോന്നുന്നു. അത് പിന്നെ ഞാനൊരു അവരെ കാണുമ്പോൾ 2 weeks 2 years കഴിയുമ്പോഴത്തേക്ക് അത് ഈ ഭീകരമായി അത് പിന്നെയും തഴച്ചു വളരാറുണ്ട്. ഓട്ടങ്ങളിലാണ് എന്ന് വെച്ചാൽ സിനിമയിൽ ഒത്തിരി സ്ട്രഗിളുകളുണ്ട്. ഒരു സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജോലി ആയിരുന്നില്ല എനിക്ക്. എന്ന് വെച്ചാൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാകുക, ആ പ്രൊജക്റ്റിനകത്തുള്ള ഡെഡിക്കേഷൻ. ഞാൻ ഭയങ്കര വർക്കോളിക്കായിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും ഞാൻ അല്ലാതെ ലാവിഷായിട്ട് നടക്കുകയോ ലാവിഷായിട്ട് ഇരിക്കുകയോ ചെയ്ത ഒരാളല്ല. അപ്പം ആ വർക്കോളിസം ആയിരിക്കാം ചിലപ്പോൾ എന്നെ ഇങ്ങനൊരു സെൽഫിഷ്നെസ്സിലും ഇത്തരം കാര്യങ്ങളും കൊണ്ട് എത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കൂട്ടുകൂടുന്നത് എൻ്റെ പടം ചെയ്യുന്ന ആ സമയത്തുള്ള ക്യാമറമാനുമായിട്ടാണ്. അപ്പം ആ പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൗഹൃദങ്ങൾ പോകാറുണ്ട്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന പടങ്ങളിലെ ആർട്ടിസ്റ്റുമായിട്ട് ആ സമയത്ത് ഭയങ്കര കൂട്ടാണ്. പക്ഷെ ആ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ അവരെ വിളിക്കാറ് പോലും ഇല്ല, ഒരിക്കലും വിളിക്കാറില്ല. നമ്മൾ ജീവിതത്തിലൊരു മിസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പം നമ്മൾ ബാബു സാറിനെ കുറിച്ച് പറഞ്ഞു, കൽപ്പന ചേച്ചിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ മകളെയും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അടുത്തധികം നിൽക്കുന്നില്ല, ഒപ്പം സംസാരിക്കാൻ അവസരം ഉണ്ടാകുന്നില്ല. എനിക്കറിയാം, നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു മകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വേദനിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. എങ്കിൽ പോലും മകളെ മിസ് ചെയ്യുന്നത്, മകളൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ തോന്നൽ എപ്പോഴും ഉണ്ടാകുന്നില്ല. എൻ്റെ ഫോണിൻ്റെ ആദ്യം കിടക്കുന്ന ഫോട്ടോ അവൾ ഞാനുമായിട്ടുള്ള ഫോട്ടോ. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ കരിയർ ഗ്രോത്ത് ഉണ്ട് അവൾക്ക്. പിന്നെ ഞങ്ങൾ രണ്ട് സ്ഥലത്താണ്, അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതൊക്കെ കൊണ്ടങ്ങ്
ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിസ്റ്റൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കൂടി വരും. നമ്മൾ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സിനിമകളിൽ ഇപ്പോൾ ജയറാം എന്ന നടനെ ഏറ്റവും ഹിറ്റായിട്ട് ഉപയോഗിച്ച്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും പീക്ക് ടൈം എന്ന് പറയുന്ന കരിയറിലെ ഏറ്റവും പീക്ക് ടൈം എന്ന് പറഞ്ഞ ഒരു സമയത്ത് അതിൻ്റെ ഒരു തുടക്കമൊക്കെ ഇടുന്നത് സാറും അനിൽ ബാബു സാറും നിങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലുണ്ടാകുന്നതാണ്. ആ സിനിമകളൊക്കെ ഇപ്പം പട്ടാഭിഷേകമൊക്കെ ഒരു ആനക്കുട്ടിയുടെ പുറകെയുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ജയറാം എന്ന നടനെ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു ഡയറക്ടർക്കും ആർട്ടിസ്റ്റും ആയിട്ടുള്ള കെമിസ്ട്രി, അതിന് മാനസിക ബന്ധമെന്ന് പറയാം. ഇപ്പം നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പ് കൺവേ ചെയ്യാൻ പറ്റുക, അതൊരു 2 പടമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ജയറാം അത് അങ്ങനെ ചെയ്താൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് മുമ്പ് ജയറാമിന് അത് കിട്ടുക എന്ന് പറയുന്നതാണ് ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്ന് പറയുക. അല്ലെങ്കിൽ ജയറാം പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും ഈഗോ ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. ഞാനും ജയറാമുമായിട്ട് 10-13 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് സ്ട്രെയിൻ ഇല്ല. ഇന്ന് 10:30 ഇന്ന് നമുക്ക് 11 മണിയായാലും 11 മണിക്ക് പോകാം. പക്ഷെ അപ്പോൾ നമ്മൾ നൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. വളരെ കമ്പനി ആയിരിക്കും സെറ്റ് എന്ന് പറയും. കമ്പനി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ്. മറ്റേ ചില ആൾക്കാർ വന്നാൽ നമ്മൾ ബോംബ് കത്തിച്ച് വെച്ചിട്ട് സിനിമ ചെയ്യത്തില്ലേ, അതുമാതിരിയാണ്. ഒന്നെങ്കിൽ അയാൾ പൊട്ടും അല്ലെങ്കിൽ നമ്മൾ പൊട്ടും എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ്. ഏത് നിമിഷവും ഒരു സ്ഫോടനം പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ സിനിമ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഈ സിനിമയിലെ സ്ഫോടനമൊക്കെ കണക്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ട് പറയാം, 2024 മലയാള സിനിമയെ ഏറ്റവും കൂടുതൽ ഒരു ഉലച്ച സംഭവം എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഒരു ഭയങ്കര ഭീകരമായ പ്രശ്നങ്ങൾ സിനിമയിലുള്ളിലുണ്ടെന്നുള്ളത് പുറത്ത് ഒരുപാട് പേര് അറിയുന്നു. ഇങ്ങനെയൊക്കെയാണോ സിനിമ എന്നുള്ളത് അറിയുന്നു. പക്ഷെ മലയാളി ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ സിനിമ കാണാൻ, നല്ല സിനിമകൾ വന്നാൽ ഇനിയും കാണും, അതിനുശേഷം സിനിമകളൊക്കെ ഹിറ്റാവുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും 2024 സംഭവിച്ചതല്ല, വർഷങ്ങളായുള്ളതാണ്. നിങ്ങൾ സിനിമകൾ എടുക്കുന്ന അനുഭവം അന്ന് മുതലുണ്ടായ സിനിമ തുടങ്ങിയപ്പോൾ കാലം മുതലുള്ളതാണ്. പക്ഷെ അന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും കണ്ണടയ്ക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു പെണ്ണ് എന്നെ തൊടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തൊടുവോ? ഇല്ല, ഒരു മനുഷ്യനും തൊടത്തില്ല. ഇതെല്ലാം ഉഭയകക്ഷി ഇഷ്ടങ്ങൾ കൊണ്ടുണ്ടായ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അവിടെ സ്വാർത്ഥ ലാഭത്തിന് എന്തെങ്കിലും ചെയ്യുന്നതോ. അത് കഴിഞ്ഞിട്ട് പിന്നുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ പിണങ്ങും. ഇവർ തമ്മിൽ പിണങ്ങുന്ന സമയത്താണ് അവർ പുറത്ത് പറയുന്നത്. അത് പിന്നെ ഒരു ഇഷ്യൂ ആവുകയാണ്. അത് സെപ്പറേറ്റ് ചാപ്റ്ററാണ്. അതിന് മുമ്പുള്ളൊരു ചാപ്റ്ററും അതിന് ശേഷമുള്ള വേറൊരു ചാപ്റ്ററുമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണിന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ എത്ര സ്ഥലത്ത് ഒരു സിനിമയിൽ റിപ്പോർട്ട് ചെയ്യാം? ഡയറക്ടർ അവിടെ എല്ലാവരും വില്ലന്മാരായിരിക്കും ഒരു സിനിമയിൽ. എനിക്ക് തോന്നുന്നില്ല അത്. ഒരു പെണ്ണ് വന്ന് പറയാം, സാർ എന്നെ ഉപദ്രവിച്ചു, മറ്റേ നടൻ ഉപദ്രവിച്ചു എന്ന് 100% ചോദിക്കും. പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മളെപ്പോഴും ഒരു പെണ്ണിന് ഇത് പറഞ്ഞുകൂടായിരുന്നോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പറയാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളവരും സിനിമയ്ക്കുള്ളിലുണ്ട്. അല്ലെങ്കിൽ അന്ന് പറയാൻ അവരനുഭവിച്ച വേദന കൊണ്ട് തന്നെ, അവർ പോകുന്ന ട്രോമ കൊണ്ട് തന്നെ അത് പറയാൻ പറ്റാതായി പോയൊരു സിനിമകളിലൊക്കെ കാണും. എനിക്ക് ആ ട്രോമ എന്ന് പറയുന്നത്, ഇതെല്ലാം ട്രോമ എന്ന് പറയുന്നത് വെച്ചാൽ വിശപ്പിൻ്റെ വിളി മാത്രമാണ്. ഈ ട്രോമ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഏറ്റവും കൂടുതൽ വിശപ്പിൻ്റെ വിളിയാണ്. എല്ലാ ജീവിതത്തിലെ എല്ലാ ട്രോമാസും വിശപ്പിൻ്റെ വിളി തന്നെയാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഇട്ട് അവർ സ്വന്തമായിട്ട് ജീവിക്കും. അതില്ലാതെ സിനിമയിൽ വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന പാവങ്ങളെ ഉപദ്രവിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ദുഷ്ടന്മാരുണ്ടാവാം. അത് അന്നുമുണ്ട്. ഞാൻ ചോദിക്കുന്നത് സിനിമ മാത്രമല്ല, ഏത് സ്ഥലത്തുമില്ലേ. സെക്രട്ടേറിയറ്റിലുണ്ടാവാം, ഹോസ്പിറ്റലുണ്ടാവാം, പഞ്ചായത്ത് ഓഫീസിലുണ്ടാകാം, വില്ലേജ് ഓഫീസിലുണ്ടാവാം, എല്ലായിടത്തും ഉണ്ട്. ഈ വെറും പാവങ്ങളെ, മിണ്ടാൻ പോലും ശക്തിയില്ലാത്ത പാവങ്ങളെ റേപ്പ് ചെയ്യുകയും അത് ചെയ്യുകയും ഇത് ചെയ്യുകയും തോണ്ടുകയും ചെയ്യുന്നവർ എല്ലായിടത്തും ഉണ്ട്. അവരെ നമുക്ക് മാറ്റി നിർത്താനൊന്നും പറ്റില്ല. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, നെഗറ്റീവ്നെസ് എല്ലായിടത്തും ഉണ്ട്. അന്നത്തെ കാലഘട്ടത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലും എല്ലായിടത്തും ഉണ്ട്. അത് ഈ നെഗറ്റീവ്നെസ് കാലാകാലങ്ങൾ നമുക്കിടയിൽ വേണമെന്നുള്ള ശടിക്കുന്ന പോലെയാണോ? ഇല്ല, ശടിക്കുന്നതല്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അത് കുറേ സൈക്കിക് ആൾക്കാരുണ്ടാവാം, കുറച്ച് എന്താ പറയുന്നത്, പൈസ ഉള്ളവൻ എന്തും ചെയ്യാം എന്നുള്ളൊരു ഹുങ്കുണ്ടാവാം, പേരുള്ളവൻ എന്തും ചെയ്യാമെന്നുള്ള ഹുങ്കുണ്ടാവാം. ഇതെല്ലാം ഉണ്ട് എല്ലായിടത്തും. സിനിമയിലും അതൊക്കെ വന്നു പെട്ടു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. സിനിമയിലെ ഒരു വന്നുകൊണ്ടിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒരു 50% ഒരുവിധമുള്ളവർ പഠിച്ചൊക്കെ പോകും. പിന്നെ കല എന്ന് പറഞ്ഞ് മാത്രം വരുന്നവരാണ് ഇതിനകത്തുള്ളവർ. അപ്പം അങ്ങനെ വന്ന സ്ത്രീകളും കുറച്ച് പേരുണ്ടാവാം, ജീവിതത്തിൽ വേണ്ടിയിട്ട് വന്നവരും. അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം ഭയങ്കരമായിട്ട്. അന്ന് അവർക്ക് പുറത്ത് പറയാൻ പറ്റാതിരുന്നിട്ടുണ്ടാവാം. ഈ ഹേമ കമ്മിറ്റിയുടെ വാർത്തകൾ കേൾക്കുമ്പോഴേ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് പറയാത്തതെന്ന് സാർ? അയ്യോ, 100%. എന്തുമാത്രം ഉണ്ടാവാം. പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയാത്തവരുണ്ടാവാം. ഞാൻ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാതിരി വേറൊരു റിപ്പോർട്ട് വേറെ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലേക്ക് ഇറക്കട്ടെ, അവിടെ ഉണ്ടാവും ഇത് തന്നെ.
ഞാൻ പറഞ്ഞു ഒരു പ്രൈവറ്റ് ബസ്സിൽ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്യുന്ന ഇവിടുന്ന് എറണാകുളം വരെ പോകുന്ന ട്രിവാൻഡ്രം വരെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആക്രമിക്കപ്പെടുന്ന ഒരു സ്ത്രീയെങ്കിലും ഉണ്ടാവും. ഒരു സെക്കൻഡിൽ ആക്രമിക്കപ്പെടുന്ന ഞാൻ കഴിഞ്ഞ പടം ചെയ്തതെന്ന് വെച്ചാൽ സ്ത്രീയുടെ ആക്രമണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള 3 മിനിറ്റിൽ ഭാരതത്തിൽ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. 3 മിനിറ്റിൽ 7 മിനിറ്റിൽ 3 പെണ്ണുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് ഇവിടെ. പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതൊക്കെ നമ്മൾ പറയും. ഇപ്പം സ്വാതന്ത്ര്യമുണ്ട് പെണ്ണുങ്ങൾക്ക്, മറ്റേ പെണ്ണ് പറഞ്ഞാൽ എന്തും നടക്കും എന്ന് പറയും. ഇപ്പം തന്നെ നോക്കി നമ്മളൊരു ഫാമിലി കോർട്ടിന് മുമ്പിൽ ചെല്ലുക, എന്തുമാത്രം പെണ്ണുങ്ങളെ കാണാം അവിടെ. ഇപ്പോൾ പറയും പെണ്ണുങ്ങൾക്ക് ഈസിയാണ്, ഡൈവോഴ്സ് ഉണ്ടാവാം, അവർ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറയും. ഇതൊന്നുമല്ല. ഇപ്പോഴും ഒരു പെണ്ണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. 12 മണി കഴിഞ്ഞാൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ചുമ്മാ പറയുന്നത് ഇറങ്ങി നടക്കാമെന്ന്. അവരിപ്പോഴും സ്റ്റിൽ ദേ ആർ ഇൻ ആ കണ്ടീഷനിലാണ്, സ്ലമ്മിലാണ്. തോട്ട് പ്രോസസ്സുകൾ മാറേണ്ടത് പുരുഷൻ്റെ അല്ലേ? അതെ, 100%. പെണ്ണിൻ്റെ മാറണം തോട്ട് പ്രോസസ്. ഞാൻ പറഞ്ഞില്ലേ, ഈവിൾസ് എന്ന് പറയുന്ന സാധനം എല്ലായിടത്തും ഉണ്ട്. അത് ആണിൻ്റെയും പെണ്ണിൻ്റെയും തലയിൽ കയറി വരാം. അതുണ്ടാവും. അടുത്ത സിനിമ തുടങ്ങുന്നത് ജനുവരിയിലാണ്. ജനുവരിയിൽ ഷൂട്ട് തുടങ്ങുന്നു. കാസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ആയിരുന്നു. വളരെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 6 years ആയിട്ട് ഞാൻ മലയാളം സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു അനക്കമുള്ള സിനിമ ചെയ്യണമെന്നായിരുന്നു എൻ്റെ താല്പര്യം. ഒരു അനക്കം മീൻസ് എന്ന് വെച്ചാൽ ഒരു എനർജറ്റിക് ആയിട്ടുള്ള സിനിമ, ഒരു സ്ലോ പേസ് സിനിമ ചെയ്തത്. ഞാനിപ്പോൾ ചെയ്ത 2 പടങ്ങളും തമിഴിൽ ചെയ്തതും മറ്റേ ഒരു സ്ലോ പേസ് പടങ്ങളാണ്. ഒരു ടെമ്പോ ഉള്ള പടം, അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ ക്രൗഡ് പുള്ളറായ ഒരു പടം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സിനിമയുടെ മാറ്റങ്ങൾ കൃത്യമായി അറിയുന്നുണ്ട്. 100% അറിയാം. തിയേറ്റർ റിലീസ് ചെയ്യുന്ന ആ പടങ്ങളെല്ലാം അന്നേരം പോയി കാണുന്നുണ്ട്. ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ ഞാൻ പോയി സിനിമ കാണുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയാം എന്താണ് സിനിമയുടെ പൊസിഷൻ, എവിടെ നിൽക്കുന്നതെന്ന് അറിയാം. എൻ്റെ പടം ഹ്യൂമറാണ്. പക്ഷെ ഇപ്പം ഞാൻ ചെയ്ത കാലത്തെ ഹ്യൂമറും ഇക്കാലത്തെ ഹ്യൂമറുമായിട്ട് വ്യത്യാസമുണ്ട്. അതിലെല്ലാം മാറ്റമുണ്ട്. ഒരു 5 years കൊണ്ട് എല്ലാം മാറിയിട്ടുണ്ട്. 5-6 years കൊണ്ട് മാറിയിട്ടുണ്ട്. അത് എഴുതുന്ന 2 ചെറുപ്പക്കാരാണ് എഴുതുന്നത്. ഒരു അനീഷും, നിങ്ങളുടെ ചാനൽ തന്നെ പറയുക, അനീഷും രഞ്ജിത്തും 2 പേരാണ് എഴുതുന്നത്. അപ്പം അതൊരു ഫുൾ ലെങ്ത് ഹ്യൂമറായിട്ടുള്ളൊരു സസ്പെൻസും ഹ്യൂമറും ഒക്കെ കൂടെ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഇടുക്കിയുടെ ഉൾനാടൻ ഗ്രാമത്തിൽ നടക്കുന്ന 90s നടക്കുന്ന ഒരു കഥയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥയും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ സിനിമ. ഭയങ്കര താത്വികമായ കഥ പറയുന്ന, ഡെപ്തിൽ കഥ പറയുന്ന ഒരു സിനിമയൊന്നുമില്ല. ചിരിച്ച് രസിച്ച് പോകാൻ പറ്റുന്ന ഒരു സിനിമ. ഞാൻ അതാ പറഞ്ഞത്, ഒരു അനക്കമുള്ള സിനിമയായിരിക്കും എന്ന് പറഞ്ഞാൽ. തിയേറ്റർ അനങ്ങി ചിരിച്ചിരിക്കുന്ന ഒരു സിനിമ എന്നുവെച്ചാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത്. ഒരു സീനിലൊരു 3 സ്ഥലത്തെങ്കിലും കൈയടിക്കുക, ചിരിക്കുക, അത് കണ്ടുകൊണ്ടിരിക്കുക, ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നമ്മൾ ഹാപ്പി ആയിരിക്കുക, ആ സിനിമകളെ പുള്ളി ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ അവരെ കൊണ്ടെത്തിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സിനിമ ഒരു നല്ല ബഹളമുള്ളൊരു സിനിമയായിരിക്കും. അതിൻ്റെ കാസ്റ്റിംഗ് ആവുന്നതേ ഉള്ളൂ. തമാശകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞൊരു വേർഡ് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ചില ഡിബേറ്റുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയാൽ തമാശകൾ ഉണ്ടാവില്ല. പക്ഷെ ഒരു സൈഡിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി തന്നെ സിനിമ ചെയ്യണം, അല്ലെങ്കിൽ തമാശകൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. തമാശകളുടെ കാര്യത്തിൽ സാറിൻ്റെ അഭിപ്രായം എന്താ അതിനെക്കുറിച്ച്? ഞാൻ പറയുന്നത് ഫാമിലിക്ക് മനസ്സിലാവുകയും സിനിമ ഒരു എൻ്റർടൈനിങ് സംഭവമാണ് എന്നുവെച്ചാൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കഥകളി ഇപ്പം കാണാൻ ആർക്കും താല്പര്യമില്ല. അത് സിനിമകളിലേക്ക് എത്തുകയും സിനിമകൾ തന്നെ വേറെ സിനിമകൾ വരികയും. സിനിമാ മാധ്യമത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇതൊരു ഇൻഡസ്ട്രിയാണ്. എന്ന് വെച്ചാൽ കച്ചവട മനോഭാവമുള്ള ഒരു കലയാണ്. ഏറ്റവും കൂടുതൽ കച്ചവടമാണ്. അപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ളവർ ഇതിൻ്റെ പുതിയ മാർഗങ്ങൾ ആരായും അതിനകത്തേക്ക് സംഭവങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്യും. നമ്മളെ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ സൊസൈറ്റി നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കഥകൾ ഉണ്ടാവുകയും ആ കഥകൾ ഹ്യൂമറസ് ആവുകയും, അല്ലെങ്കിൽ അയാൾക്ക് ആ ക്യാരക്ടറിന് നമ്മുടെ സിനിമയിൽ ഉടനീളം പുള്ളി ചെയ്യാൻ പറ്റുകയും ചെയ്താൽ 100% സിനിമകൾ ബാക്കിയെല്ലാം മറന്നു പോവുകയും ആൾക്കാർ തിയേറ്ററിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, ഒരുപാട് സന്തോഷം കണ്ടതിൽ. ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചു. ഏറ്റവും അവസാനം ഇപ്പോഴും കൽപ്പന ചേച്ചി എന്ന ആളെ ഇടയ്ക്കിടയ്ക്കൊക്കെ മിസ് ചെയ്യാറുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, വിട്ടുപോയവരെ എല്ലാവരും നമ്മൾ മിസ് ചെയ്യുമല്ലോ. നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ്. ചിലർ നേരത്തെ ഇറങ്ങും, ചിലർ ലാസ്റ്റ് വരെ നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പിൽ ഇറങ്ങും. അത്രയേ ഉള്ളൂ. ഇതൊരു യാത്രയാണ്. അത്രയേ ഉള്ളൂ. ഈ സിനിമാ യാത്രയിലെ അഭിനയം കൊണ്ട് ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ആരാ? തിലകനാണ് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. ഈ കൽപ്പന ചേച്ചിയുടെ ഒരു അഭിനയത്തിലെ ഒരു ഏറ്റവും എക്സൈറ്റിംഗ് മൊമെന്റ്, കൽപ്പന ചേച്ചിന്റെ സംവിധായകൻ കൂടിയായിരുന്നല്ലോ. കൽപ്പന ലാസ്റ്റിലേക്ക് വന്ന പടങ്ങളെല്ലാം ഭയങ്കര ചാർലി ഏറ്റവും അവസാനത്തെ സിനിമയായ ചാർലി അടക്കം ടച്ചിങ് ആയിട്ടുള്ള പടങ്ങൾ. അത് ഹ്യൂമർ, ആൾക്കാർ അവരുടെ കണ്ണ് നിറയുമ്പോഴത്തേക്ക് നമുക്കത് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. അവർ അതുവരെ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും. ചാപ്ലിൻ്റെയൊക്കെ നോട്ട് അതായിരുന്നു. എന്നുവെച്ചാൽ അതുവരെ ചിരിച്ച്
തമാശ പറഞ്ഞിട്ട് ഒരു നിമിഷത്തിൽ കരയിച്ചിട്ട് പോകുന്ന മാതിരിയാണ്. അങ്ങനെയുള്ള ആക്ടേഴ്സ് ഇപ്പം മലയാള സിനിമയിൽ കുറവാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പം ഒരു ഗ്ലാമർ ഏരിയയാണ് സിനിമ എന്ന് പറയുന്നത്. മറ്റിടത്ത് പെയിൻ ഇല്ല. ഇപ്പം നമ്മൾ പറയാറില്ലേ, ഒരാൾ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ മുമ്പ് 45 വയസ്സുള്ള ഞാനല്ല 60 വയസ്സുള്ള ഞാൻ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ ലൈഫ് എക്സ്പീരിയൻസ് നമ്മളെ സോഫ്റ്റ് ആക്കും. പുഴയെന്നുള്ളെങ്കിൽ വന്ന് പാറ കണ്ടിട്ടില്ലേ, അത് ഉരുണ്ട് വരുന്ന ക്ലിയർ ആയിരിക്കും. എനിക്ക് തിലകഞ്ചേട്ടനിലൊക്കെ തോന്നിയിട്ടുള്ള ആ ക്ലാരിറ്റി ഉണ്ടല്ലോ, അഭിനയിക്കുമ്പോഴുള്ള ക്ലാരിറ്റി എന്ന് പറയുന്നത് അത് ഇവർക്കില്ല. യങ്സ്റ്റേഴ്സിനെന്ന് വെച്ചാൽ അതൊരു ഒരു സ്റ്റാറ്റസ് സിമ്പൽ ആവുകയും അതിൻ്റെ ഒരു ഗ്ലാമറസ് ഏരിയയിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ഉള്ളതാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഒന്നും ഇനി കിട്ടത്തില്ല. ലൈഫ് മാറിയില്ലേ. പണ്ട് നമ്മുടെ വീട്ടിൽ ഒരാൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ അവൻ തന്നെ ഉണ്ടാക്കണം, വീടുണ്ടാക്കണം, എല്ലാവരെയും കെട്ടിച്ചയക്കണം, വെജ് മേടിക്കണം, കാറ് മേടിക്കണം, എല്ലാം അവൻ തന്നെയാണ്. ഇപ്പം ആ ഒരു കുട്ടി ജോലിക്ക് പോകുമ്പോൾ അവനില്ല. അവൻ വെൽ സെറ്റിൽഡ് ഒരു ഫാമിലിയിൽ നിന്നാണ് ജോലിക്ക് പോകുന്നത്. അവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതുമാതിരി തന്നെയാണ് ആക്ടിങ്. ഇപ്പോൾ അങ്ങനെ അല്ലാത്ത ആൾക്കാരും പുരുഷന്മാരും നമ്മുടെ ഉണ്ട്. ഒരുപാട് സന്തോഷം കണ്ടതിൽ. ഇനി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് പറഞ്ഞതിൽ എനിക്ക് ചില വിയോജിപ്പുകളുണ്ട്, പക്ഷെ കുഴപ്പമില്ല. എങ്കിൽ പോലും ഒരുപാട് സന്തോഷം സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.